തർക്കത്തിനൊടുവിൽ രാജ്യസഭാ സീറ്റ് വേണ്ടെന്ന് വെച്ച CPIM സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകി. LDF വിജയിക്കാനാകുന്ന രണ്ടാം സീറ്റിൽ CPI മത്സരിക്കും. സീറ്റ് ലഭിക്കാത്തതിൽ RJDക്ക് അതൃപ്തി രേഖപ്പെടുത്തി. ഒഴിവുവന്ന 3 രാജ്യസഭാ സീറ്റുകളിൽ 2 LDFന് വിജയിക്കാനാകുന്നത്. ഇതിൽ ആദ്യ സീറ്റ് CPMന്റേതായിരുന്നു. ആ സീറ്റിന് മുന്നണിയിലെ മറ്റ് കക്ഷികളൊന്നും അവകാശവാദം ഉന്നയിച്ചിരുന്നുമില്ല. രണ്ടാം സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് CPI നിലപാടെടുത്തപ്പോൾ കേരള കോൺഗ്രസ് എമ്മും ആ സീറ്റിനായി രംഗത്ത് വന്നു. RJDയും സീറ്റ് വേണമെന്ന ആവശ്യമുയർത്തി. ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയെങ്കിലും ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. CPMന്റെ സ്ഥാനാർത്ഥിയായി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ബിജു കൃഷ്ണന്റെ അടക്കം പേരുകൾ ഉയർന്നിരുന്നു. എന്നാൽ തികച്ചും നാടകീയമായി സ്വന്തം സീറ്റ് മുന്നണിയുടെ കെട്ടുറപ്പിനായി ത്യാഗം ചെയ്യുകയായിരുന്നു CPM. എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈക്കൊണ്ട തീരുമാനം 2 സീറ്റിൽ 1 സീറ്റ് CPIക്ക്, രണ്ടാമത്തെ സീറ്റ് കേരള കോൺഗ്രസ് മാണി. ഇങ്ങനെ 2 പാർട്ടികൾക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ചു. CPMന്റെ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകാമെന്ന നിലപാടറിയിച്ചതോടെ തർക്കം രമ്യമായി പരിഹരിച്ചു. രണ്ടാം സീറ്റിൽ CPI മത്സരിക്കുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. വീണ്ടും അവഗണിച്ചെന്ന പരാതി RJD ഉന്നയിച്ചപ്പോൾ രാജ്യസഭാ സീറ്റുകൾ പങ്കുവയ്ക്കുന്നതിന് മാനദണ്ഡം കൊണ്ടുവരുന്നത് ആലോചിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരാഴ്ച നീണ്ടുനിന്ന തർക്കത്തിനൊടുവിലാണ് LDFലെ രാജ്യസഭാ സീറ്റുകളിൽ ധാരണയായത്. അവകാശപ്പെട്ട രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് ദാനം ചെയ്ത CPIM നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ അടുത്തയാഴ്ച ചേരുന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനമുയർന്നേക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.